അഗസ്റ്റിൻ സഹോദരന്മാർ ഈ പാവപ്പെട്ട വനവാസികളെ വഞ്ചിക്കുകയായിരുന്നു. ഈ വഞ്ചനയ്ക്ക് സർക്കാർ സംവിധാനങ്ങളും കൂട്ടുപിടിക്കുകയായിരുന്നു എന്ന് വേണോ നമ്മുടെ അന്വേഷണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ? സുരേഷ്, തീർച്ചയായും വലിയൊരു ഗൂഢാലോചന ഈ വിഷയത്തിൽ ഉണ്ടായി എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതും പാവപ്പെട്ട വനവാസികളെ വഞ്ചിച്ചുകൊണ്ടാണ് വീട്ടുമരങ്ങൾ മുറിച്ച് മാറ്റിയതും മുറിച്ച് കടത്താനുള്ള ശ്രമം നടത്തിയതും. പക്ഷേ അതിന്റെ ഭാഗമായി ഇപ്പോൾ അനുഭവിക്കേണ്ടി വരുന്നത് ഈ വനവാസി കുടുംബങ്ങൾ തന്നെയാണ്. ഇവരിൽ പലർക്കും റവന്യൂ വകുപ്പ് നൽകിയിരിക്കുന്ന നോട്ടീസിൽ പറഞ്ഞിരിക്കുന്നതനുസരിച്ചാണെങ്കിൽ 80 മുതൽ 90 ലക്ഷം വരെ അടയ്ക്കണമെന്നാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ഈ വനവാസി കോളനികളിലേക്ക് എത്തുമ്പോൾ അവിടെ ഒരു കുടുംബത്തിൽ നിന്ന് 3 വീട്ടുമരം ഈ റോജി അഗസ്റ്റിൻ എത്തി മുറിച്ച് മാറ്റിയിട്ടുണ്ട്, മുറിച്ച് കടത്താൻ ശ്രമിച്ചിട്ടുണ്ട്. ആ മരങ്ങൾക്ക് 1.5 കോടി രൂപയാണ് റവന്യൂ വകുപ്പ് അടയ്ക്കണമെന്ന് പറഞ്ഞിരിക്കുന്നത്. നേരത്തെ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഈ പണം അടയ്ക്കേണ്ട, അത് എഴുതിത്തള്ളും എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രഖ്യാപനം ഉണ്ടായെങ്കിൽ പോലും, മന്ത്രി ഉൾപ്പെടെ പ്രഖ്യാപിച്ചെങ്കിൽ പോലും അത്തരത്തിലുള്ള നടപടികളിലേക്ക് കടന്നിട്ടില്ല. ഇപ്പോഴും ഈ വനവാസികൾക്ക് ഇങ്ങനെ നോട്ടീസ് വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അവർക്ക് ഇത് എന്താണെന്ന് പോലും മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്ന വസ്തുത നിലനിൽക്കുന്നുണ്ട്. ഇവർക്ക് എഴുത്തും വായനയും ഒന്നും അറിയാത്തവരാണ്. അതുകൊണ്ട് തന്നെയാണ് അഗസ്റ്റിൻ സഹോദരന്മാർക്ക് ഇവരെ ഇങ്ങനെ പറ്റിക്കാൻ കഴിഞ്ഞത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വസ്തുത. കാരണം സർക്കാർ ഉത്തരവ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവരെ അഗസ്റ്റിൻ സഹോദരങ്ങൾ സമീപിക്കുന്നത്. അതുകൊണ്ട് തന്നെ വീട്ടുമരങ്ങൾ മുറിക്കാൻ തങ്ങൾക്ക് അനുമതിയുണ്ട് എന്നും അഗസ്റ്റിൻ സഹോദരങ്ങൾ വ്യക്തമാക്കുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ അഗസ്റ്റിൻ സഹോദരങ്ങൾ അവിടെ എത്തി ഈ ലക്ഷങ്ങൾ വില വരുന്ന, അതായത് 1 കോടി രൂപ വരെ വില വരുന്ന വീട്ടുമരങ്ങൾക്കാണ് 7000 മുതൽ 4000 രൂപയൊക്കെ നൽകി ഈ വനവാസികളെ പറ്റിച്ച് അവിടെ നിന്ന് വീട്ടുമരങ്ങൾ മുറിച്ച് കടത്താനുള്ള ശ്രമം നടത്തിയത്. അതിനുശേഷം ഇവരുടെ കരമടച്ച രസീത് വരെ ഇവർ കൈപ്പറ്റിയെന്നാണ് നിലവിൽ ഈ വനവാസികൾ കഴിഞ്ഞ ദിവസം നമ്മളോട് പറഞ്ഞിരുന്നത്. എന്തിനാണ് ഈ കരമടച്ച രസീത് കൊണ്ടുപോയത് എന്ന് പോലും ഇവർക്ക് അറിയില്ല. മാത്രമല്ല, ഇനി ഇത് ഉപയോഗിച്ച് ഏതെങ്കിലും തരത്തിലുള്ള തട്ടിപ്പുകൾ നടന്നിട്ടുണ്ടോ എന്ന് പോലും വ്യക്തമല്ല. അതൊന്നും പോയി പരിശോധിക്കാനോ അല്ലെങ്കിൽ ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനോ ഉള്ള വിദ്യാഭ്യാസം ഇവർക്കില്ല, അറിവില്ല. അതുകൊണ്ട് തന്നെ അവരിൽ പലരും ഇപ്പോഴും ആ രസീത് കിട്ടിയില്ല, കരമടച്ച രസീത് കിട്ടിയില്ല എന്ന് നമ്മളോട് പറയുന്നുണ്ട്. മാത്രമല്ല, മറ്റു ചിലർക്ക് പേടിയാണ് പ്രതികരിക്കാൻ. കാരണം ഈ അഗസ്റ്റിൻ സഹോദരങ്ങളെ അവർ പേടിക്കുന്നു, അവർ ഭയപ്പെടുന്നു. നാളെ അവരെ അപായപ്പെടുത്താനുള്ള ശ്രമം ഇവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമോ എന്നൊരു ആശങ്ക ഇവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ പലരും മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രതികരിക്കാൻ തയ്യാറായില്ല. ഇവരിൽ ചിലർ മാത്രമാണ് കഴിഞ്ഞ ദിവസം നമ്മളോട് പ്രതികരിച്ചത്. അവർ തന്നെ പറയുന്നത് നമ്മൾ കേട്ടതാണ്. അവർക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ല. ഒരു ഉത്തരവുണ്ട്, സർക്കാർ ഉത്തരവുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അഗസ്റ്റിൻ സഹോദരന്മാർ എത്തുന്നു. ആ അഗസ്റ്റിൻ സഹോദരന്മാർ എത്തിയതിനു ശേഷം ലക്ഷങ്ങൾ വില വരുന്ന വീട്ടുമരം മുറിച്ച് കടത്താനുള്ള ശ്രമം നടക്കുന്നു. അതിനുശേഷം നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞാണ് ഇവർക്ക് ഉറപ്പ് നൽകുന്നത്. അതിനുശേഷം 4000 മുതൽ 7000 രൂപ വരെയൊക്കെ ഇവർക്ക് വാഗ്ദാനം ചെയ്യുകയാണ്. ഈ തുക ഇവരെ സംബന്ധിച്ച് ഒരു വലിയ തുകയാണ്. കാരണം 500 രൂപ ദിവസക്കൂലിക്ക് ജോലിയെടുക്കുന്നവരാണ്, വനത്തിനുള്ളിലൊക്കെ പോയി ജോലിയെടുക്കുന്നവരാണ് ഇവർ. അതുകൊണ്ട് തന്നെ ഇവരെ സംബന്ധിച്ച് ഇത് ഒരു വലിയ തുകയാണ്. ആ തുക കാണിച്ച് പ്രലോഭിച്ചാണ് ഈ ലക്ഷങ്ങൾ വില വരുന്ന വീട്ടുമരം ഇവിടെ നിന്ന് മുറിച്ചു കടത്താനുള്ള ശ്രമം അഗസ്റ്റിൻ സഹോദരന്മാർ നടത്തിയത്. ഇതിനുശേഷം ഇത്തരത്തിലുള്ള നിയമ നടപടികളൊക്കെ ഉണ്ടാകുമ്പോൾ അവരെ ഒന്ന് തിരിഞ്ഞു നോക്കാൻ പോലും ഈ അഗസ്റ്റിൻ സഹോദരന്മാർ തയ്യാറാകുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. രാജീവ് പറഞ്ഞതുപോലെ തന്നെ ഈ അഗസ്റ്റിൻ സഹോദരന്മാർ ഈ പാവപ്പെട്ട എഴുത്തും വായനയും അറിയാത്ത നിത്യവൃത്തിക്ക് പോലും അത്രത്തോളം കഷ്ടപ്പെടുന്ന ഈ ഒരു സാധാരണക്കാരായ ആൾക്കാരെ വഞ്ചിക്കുകയാണ് ചെയ്തത്. അവരോട് കാണിച്ചത് കൊടും ക്രൂരതയാണ്. അതിൻ്റെ ഫലം ഇപ്പോഴും അവർ അനുഭവിക്കേണ്ടി വരുന്നു. 70,000 രൂപ വരെ ലഭിച്ച മരങ്ങൾക്ക് 1.5 കോടിയോളം രൂപ തിരിച്ചടക്കണമെന്നുള്ള ഒരു നിർദ്ദേശം റവന്യൂ വകുപ്പിൻ്റെ ഭാഗത്തിനുമുണ്ടാകുന്നു. ഇതെങ്ങനെ തിരിച്ചടക്കും? അവർ ജീവിതകാലം മുഴുവൻ ആ കുടുംബങ്ങൾ ഒന്നാകെ കഷ്ടപ്പെട്ടാൽ പോലും ആ പണം ഉണ്ടാക്കാൻ അവർക്ക് സാധിക്കില്ല. ഇപ്പോൾ നോട്ടീസ് ലഭിച്ചുകൊണ്ടേയിരിക്കുന്നു. അവിടെ സർക്കാരും റവന്യൂ വകുപ്പും അവരെ വഞ്ചിക്കുക. റവന്യൂ മന്ത്രി രാജൻ പറഞ്ഞതുപോലെ ഇവർക്ക് എല്ലാ രീതിയിലുള്ള സംരക്ഷണം നൽകും, അവരെ ഒറ്റപ്പെടുത്തില്ല എന്നുള്ള വാഗ്ദാനമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതും വെറും വാക്കായി മാറുകയാണല്ലേ? സുരേഷ്, ഈ 1.5 കോടി എന്നൊക്കെ പറയുന്നത് ഇവർക്ക് ഒരിക്കലും സങ്കല്പിക്കാൻ പോലും കഴിയുന്ന തുകയല്ല. അത്രയൊരു തുകയെക്കുറിച്ചൊന്നും ഇവർക്ക് ആലോചിക്കാൻ പോലും കഴിയില്ല. മാത്രമല്ല, ഈ റവന്യൂ വകുപ്പ് അയക്കുന്ന പേപ്പറുകൾ അതെന്താണ് എന്ന് പോലും വായിച്ച് മനസ്സിലാക്കാൻ ഇവർക്ക് കഴിയുന്നില്ല എന്നതാണ് വസ്തുത. കഴിഞ്ഞ ദിവസം നമ്മളെത്തിയപ്പോൾ നമ്മളോട് പറയുമ്പോഴൊക്കെയാണ് അതിൻ്റെ ഒരു ഗൗരവം ഇവർ പോലും മനസ്സിലാക്കുന്നത്. കാരണം ഈ അഗസ്റ്റിൻ സഹോദരന്മാർ ഇത്രത്തോളം രാജീവ് തുടരി. ഇപ്പോൾ ശ്രീ ബാദുഷാ വയനാട്, പ്രകൃതി സംരക്ഷണ സമിതി പ്രസിഡന്റ് നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ ബാദുഷാ വയനാട്, ഇവിടെ മുട്ടിൽ മരംമുറി കേരളം അത്രത്തോളം ഗൗരവത്തോടെ ചർച്ച ചെയ്ത ഒരു വിഷയമാണ്. ഈ അഗസ്റ്റിൻ സഹോദരന്മാരുടെ വഞ്ചന ഇപ്പോഴും അവർ ആ പാവപ്പെട്ട ആൾക്കാർ അനുഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. സർക്കാരും ഈ മരം കൊള്ള നടത്തിയവരെ, അതിന് കൂട്ടുനിന്നവരെ എല്ലാവിധത്തിലും സംരക്ഷിക്കുകയാണ്. അത്തരത്തിലുള്ള ഒരു വിമർശനങ്ങൾ ശക്തമാകുമ്പോൾ താങ്കൾ എങ്ങനെ പ്രതികരിക്കുന്നു ഇതിനോട്? ഈ മുട്ടിൽ മരമുറി നടക്കുന്നത് 2021 21 നമുക്കറിയാം. അന്ന് നമ്മുടെ കൊറോണ
മഹാമാരി നമ്മുടെ രാജ്യത്തെ ആകെ പിടികൂടിയ ഒരു ഘട്ടത്തിലാണ്. ആ സമയത്ത് ഫെബ്രുവരി 3-ാം തീയതിയാണ് വയനാട് പ്രകൃതി സംരക്ഷണ സമിതിക്ക് മുട്ടിൽ പ്രദേശത്ത് വൻതോതിൽ ഈട്ടിമരങ്ങൾ മുറിക്കുന്നു എന്നുള്ള വിവരം ലഭിക്കുന്നത്. ഞാനും വയനാട് സമിതിയുടെ സെക്രട്ടറി തോമസും തുടങ്ങിയുള്ള ആൾക്കാർ മുട്ടിൽ പോയി ആ സ്ഥലം സന്ദർശിച്ചപ്പോൾ അവിടെ കണ്ടത് അവിശ്വസനീയമായ കാഴ്ചയാണ്. നൂറുകണക്കിന്, ഒരുപക്ഷെ 500-ലധികം വർഷമുള്ള കൂറ്റൻ ഈട്ടിമരങ്ങൾ മുറിച്ച് തള്ളിയിരിക്കുകയാണ്. ആദിവാസികളുടെ വീട്ടിലാണ് അധികവും. എല്ലാം തന്നെ ഞങ്ങൾ അവിടെ എല്ലാ വീടുകളും നടന്നു കാണുകയുണ്ടായി, ഫോട്ടോ എടുത്തു. അപ്പോഴാണ് മനസ്സിലാവുന്നത് അവിടെ വലിയൊരു വഞ്ചന ആ സമയത്ത് തന്നെ നടന്നിരുന്നു. എന്താന്ന് വെച്ചാല് വലിയ വിലയുള്ള ഒരു പക്ഷേ 10 ലക്ഷമോ അതേപോലെ കിട്ടുന്ന നമ്മളെ കൈപ്പിടിയിൽ 4-5 ആൾക്കാർ പിടിച്ചാൽ പോലും ഒതുങ്ങാത്ത കൂറ്റൻ ഈട്ടിമരങ്ങൾ 25,000 റുപ്യക്കും 30,000 റുപ്യക്കുമാണ് അദ്ദേഹം കബളിപ്പിച്ച് വാങ്ങിയിട്ടുള്ളത്. എന്ന് മാത്രമല്ല, മുറിച്ചിട്ടുള്ള മരങ്ങൾ അളന്നിട്ട് അതിൽ പൊട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ 25,000-ൽ പോലും 10,000 റുപ്യ വെട്ടിച്ചൊരുക്കി 15,000 റുപ്യ വരെയൊക്കെയാണെന്ന് കൊടുത്തത്. അന്വേഷിച്ചപ്പോഴാണ് ഇത് വലിയൊരു തട്ടിപ്പാണ്. റവന്യൂ ഡിപ്പാർട്ട്മെന്റിന്റെ സഹായത്തോടു കൂടി വനം വകുപ്പിലെ ചില ഉദ്യോഗസ്ഥരുടെ സപ്പോർട്ടോടുകൂടി നടക്കുന്ന ഒരു തട്ടിപ്പാണെന്ന് മനസ്സിലാകുകയും ഞങ്ങൾ പത്രസമ്മേളനം നടത്തുകയും ചെയ്തു. പിന്നീട് നടന്ന സംഭവങ്ങൾ കേരളീയ സമൂഹത്തിന് അറിയാം, വലിയ വിവാദമായി. പക്ഷെ ആ സമയത്തൊക്കെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വീണ്ടും അവിടെ നമുക്കറിയാം ഒരുപാട് രാഷ്ട്രീയ പ്രതിനിധികളൊക്കെ വന്നു. കുമ്മനം രാജശേഖരജി വന്നു, അന്നത്തെ കേന്ദ്രമന്ത്രി മുരളീധരൻ വന്നു. അവരൊക്കെ കൂടുതൽ ഞങ്ങൾ പോയിട്ടുണ്ട്, പ്രതിപക്ഷ നേതാവിന്റെ കൂടുതൽ പോയിട്ടുണ്ട്. ആദിവാസികളോട് ചോദിച്ചപ്പോഴാണ് ഞങ്ങൾ പോയി കണ്ടതിനേക്കാൾ ഭയാനകമായി പണിയ വിവാദത്തിൽപ്പെട്ട് ശ്രീ ബാദുഷാ, ഇത്തരത്തിൽ താങ്കൾ പറഞ്ഞതുപോലെ തന്നെ അത്രത്തോളം വഞ്ചനയ്ക്ക് വിധേയരായവരാണ് ഈ പാവപ്പെട്ട ആൾക്കാർ. കാരണം അവരെ പറഞ്ഞു പറ്റിക്കുകയാണ് ഈ അഗസ്റ്റിൻ സഹോദരന്മാർ ചെയ്തത്. അവർക്ക് കൂട്ടുനിൽക്കുകയാണ് ഒരു പറ്റം ഉദ്യോഗസ്ഥരും, റവന്യൂ വകുപ്പിലെ ഉദ്യോഗസ്ഥരടക്കം. ഇപ്പോഴും അവിടുത്തെ സാധാരണക്കാരായ ഈ വനവാസികൾ ഇതിൻ്റെ ആ തിക്തഫലം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും നോട്ടീസ് ലഭിച്ചുകൊണ്ടേയിരിക്കുന്നു. നേരത്തെ നമ്മുടെ രാജീവ് സൂചിപ്പിച്ചതുപോലെ ആ നോട്ടീസ് ഒന്ന് വായിച്ചു നോക്കാൻ പോലും അവർക്ക് കഴിയുന്നില്ല. കാരണം അവർക്ക് അത്രത്തോളം വിദ്യാഭ്യാസമില്ല. ഇപ്പോഴും അവരങ്ങനെ ജീവിതം ദുസ്സഹമായി മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നമ്മുടെ സർക്കാർ സംവിധാനങ്ങളും അവരെ തിരിഞ്ഞു നോക്കില്ല. മന്ത്രിയുടെ വാഗ്ദാനങ്ങൾ പോലും പാഴ്വാക്കായി മാറുകയാണല്ലേ? മന്ത്രിയുടെയും അതുപോലെ തന്നെ ഗവൺമെന്റിന്റെയും എല്ലാ വാഗ്ദാനങ്ങളും പാഴ്വാക്കായി എന്ന് മാത്രമല്ല, ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ കണ്ടു 29 കാർവർണ്ണൻ എന്ന് പറയുന്ന രവിയുടെ മകൻ കാർവർണ്ണൻ അടക്കമുള്ള 29 പേർക്ക് 1 കോടിയുടെ മേലുള്ളതായ പണം അടക്കാൻ വേണ്ടി എല്ലാ വാഗ്ദാനങ്ങളും ലംഘിച്ച് ആദിവാസികളെ ഞങ്ങൾ ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞ് പറ്റിച്ച സർക്കാരും ഒക്കെ തന്നെ ഇപ്പം നോട്ടീസ് അയച്ചിരിക്കുകയാണ്. ഇതിൽ നടന്നത് എന്താന്ന് വെച്ചാൽ ഈ അഗസ്റ്റിൻ സഹോദരന്മാർ മാത്രമല്ല കുറ്റവാളികൾ. അതിന് കളമൊരുക്കിയ അന്നത്തെ റവന്യൂ സെക്രട്ടറി, ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി അടക്കം, മുഖ്യമന്ത്രിയുടെ ഓഫീസ് അടക്കം, മന്ത്രിയുടെ ഓഫീസ് അടക്കം ഉന്നതങ്ങൾ നടത്തിയിട്ടുള്ളതായ വലിയൊരു ഗൂഢാലോചനയുണ്ട് ഇതിന് പിന്നിൽ. അന്ന് ഞങ്ങൾ അത് പരാതിപ്പെടുകയും പത്രദ്വാര ആവശ്യം ഉന്നയിക്കുകയും ചെയ്തപ്പോൾ കോടതിയിൽ ചില ആൾക്കാർ പോയി. അപ്പോഴൊക്കെ പറഞ്ഞത് ഒരു സ്പെഷ്യൽ ടീം അന്വേഷിക്കുന്നുണ്ട് എന്നാണ്. ആ സ്പെഷ്യൽ ടീമിന്റെ അന്വേഷണം എവിടെയും എത്തിയിട്ടില്ല. അതിലുള്ള സത്യസന്ധന്മാരായ വനം വകുപ്പ് ഉദ്യോഗസ്ഥന്മാരെയും പോലീസ് ഉദ്യോഗസ്ഥന്മാരെയും പല വിധത്തിൽ ആൻഡോ അഗസ്റ്റിൻ സഹോദരന്മാർ അവർക്കുള്ള ചാനൽ, അവർക്കുള്ള മറ്റു സ്വാധീനങ്ങൾ ഉപയോഗിച്ച് ബ്ലാക്ക് മെയിൽ ചെയ്യുകയും നിർവീര്യമാക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഉത്തരവാദി സംസ്ഥാന സർക്കാരും വനം മന്ത്രിയും റവന്യൂ സെക്രട്ടറിയും റവന്യൂ മന്ത്രിയും അടക്കമുള്ള ആൾക്കാരാണ്. അവരാണ് ഈ കൂടാതെ ഉത്തരവാദികൾ. ഇപ്പോൾ പാവപ്പെട്ട ആദിവാസികൾ, അവർക്കറിയില്ല 1 കോടി എന്ന് പറഞ്ഞാൽ അവർക്ക് ഇവിടെ ഏറ്റവും ഒടുവിലായി വനം മന്ത്രിയുടെ ഒരു പ്രതികരണം വന്നിട്ടുണ്ട്. അതുകൂടി താങ്കളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരിക്കുകയാണ്. AK ശശീന്ദ്രൻ പറഞ്ഞിരിക്കുന്നത്, മുട്ടിൽ മരമുറി കേസിൽ മരമുറിച്ച പ്രമാണിമാർ രക്ഷപ്പെടുകയും പാവപ്പെട്ടവർ ശിക്ഷിക്കപ്പെടുകയും ചെയ്യുന്നത് വനനിയമത്തിന്റെ വൈകൃതമെന്നാണ്. ഈ വൈകൃതം മാറ്റാൻ ഇടപെട്ടപ്പോൾ തന്നെ ഒറ്റപ്പെടുത്തി ക്രൂശിക്കാനാണ് എല്ലാവരും ശ്രമിച്ചതെന്ന് മന്ത്രി തൃശ്ശൂരിൽ പറഞ്ഞിരിക്കുകയാണ്. അതായത് വനം മന്ത്രിയും ഇതിന് കൂട്ടുനിന്നു, പക്ഷേ മുഖം രക്ഷിക്കാനുള്ള ഒരു നീക്കമാണ് അദ്ദേഹം നടത്തുന്നത്, അല്ലേ? തീർച്ചയായിട്ടും വനം വകുപ്പ് മന്ത്രി ഇതിൽ കുറ്റക്കാരൻ. അയാളിപ്പോ പറയുന്നത്, നമ്മൾ മിതമായ വാക്ക് പറയുകയാണെങ്കിൽ വേശ്യയുടെ ചാരിത്ര പ്രസംഗം എന്നൊക്കെ പറയാറുണ്ടല്ലോ, ആ വാക്ക് നമ്മൾ
പറയാൻ പാടില്ലാത്താണെങ്കിലും ഏതാണ്ട് അത്ര ഒരു ചാരിത്ര പ്രസംഗമാണ് അയാൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതില് പ്രശ്നം എന്താന്ന് വെച്ചാല് ഈ വലിയ ഗൂഢാലോചനയിൽ ആദിവാസികൾ കുടുങ്ങിക്കിടക്കുമ്പോൾ ഇവരൊക്കെ ഇപ്പം കൈ കഴുകുകയാണ്. മാത്രമല്ല ആന്റോ അഗസ്റ്റിയെയും റോജി അഗസ്റ്റിനും അടക്കമുള്ളതായ അഗസ്റ്റിൻ സഹോദരന്മാരെ സംരക്ഷിക്കാനുള്ള ഗൂഢശ്രമത്തിലാണ് അവർ ഇടപെട്ടിട്ടുള്ളത്. ഇവർക്കെതിരായി ഞാൻ ഒരൊറ്റ ഉദാഹരണം പറയട്ടെ. ആദിവാസികളെ നമ്മൾ ചീറ്റ് ചെയ്താൽ അവരുടെ ഒരു പേര് വിളിച്ച് ജാതി പേര് വിളിച്ചാൽ പോലും ആദിവാസി അട്രോസിറ്റീസ് ആക്ട് അനുസരിച്ച് ജാമ്യമില്ലാത്ത കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്ത് ജയിലിൽ ഇറക്കേണ്ടതാണ്. ഈ അഗസ്റ്റിൻ സഹോദരന്മാരെയോ ഇവരെ വഞ്ചിച്ച റവന്യൂ ഉദ്യോഗസ്ഥന്മാരെയോ അന്നത്തെ കളക്ടർ അടക്കമുള്ള ആൾക്കാരെയോ ഈ അട്രോസിറ്റീസ് ആക്ട് അനുസരിച്ച് ഇന്നേ വരെ കേസെടുത്തിട്ടില്ല, ശിക്ഷിച്ചിട്ടില്ല. വയനാട് പ്രകൃതി സംരക്ഷണ സമിതി അത് ആവശ്യപ്പെട്ടിരുന്നു. ഇപ്പം വനമന്ത്രിയുടെ ഈ ഇത് അതായത് സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾ വളരെ പച്ചപ്പാവമായിട്ട് അഭിനയിക്കുകയും വലിയ ക്രൂരതകൾക്കും അകൃത്യങ്ങൾക്കും കൂട്ടുനിൽക്കുകയും ചെയ്യുന്ന ഒരു മന്ത്രിയായിട്ടാണ് ഞങ്ങൾക്ക് പരിസ്ഥിതി പ്രവർത്തകർക്ക് തോന്നിയിട്ടുള്ളത്. അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രലോഭനം എന്നുള്ളതിൽ കവിഞ്ഞ് അതിന് നമ്മൾ വില കൽപ്പിക്കേണ്ടതില്ല. ഇതിന് കേരളീയ സമൂഹം ഒറ്റക്കെട്ടായി ഈ ആദിമ നിവാസികളായ ആൾക്കാരെ, വനവാസികളായ മനുഷ്യരെയും അവിടുത്തെ പാവപ്പെട്ട കർഷകരെയും സംരക്ഷിക്കാനുള്ള നടപടികൾ നടത്തുകയും അതോടൊപ്പം തന്നെ ഈ മന്ത്രിയും സർക്കാരും അടക്കമുള്ള കുറ്റവാളികളെ ശിക്ഷിക്കാനുള്ളതായ ഒരു ശ്രമത്തിൽ ഏർപ്പെടുകയും ചെയ്യേണ്ടതാണ്. അത് വളരെ ശ്രമകരമാണെന്ന് ഞാൻ അറിയാം. നമ്മുടെ കേരളത്തിലെ ഇപ്പോഴത്തെ പൊതു അവസ്ഥയിൽ ഇത്തരം കുറ്റവാളികൾ മഹാമാന്യന്മാരായി നമ്മളെ ഭരിക്കുകയും നമ്മളെ ഉപദേശിക്കുകയും നമ്മളുടെ ജീവിതത്തിൽ ഒരുപാട് വിഷം കലർത്തുന്നതോടൊപ്പം നമ്മളെ വൻതോതിൽ സ്വാധീനിക്കുകയും ചെയ്യുന്ന ഒരു വലിയ വിരോധാഭാസം നിറഞ്ഞ കാലത്താണല്ലോ നമ്മൾ ജീവിക്കുന്നത്. വളരെയധികം നന്ദി ശ്രീ ബാദുഷാ വയനാട്. ഈ ഒരു സമയം ഞങ്ങളോട് സഹകരിച്ചതിന് വീണ്ടും രാജീവിലേക്ക്. രാജീവ്, അത് തന്നെയാണ് ഇത്തരത്തിലുള്ള കൊടും തട്ടിപ്പ് നടത്തിയവർ, വഞ്ചന നടത്തിയവർ ഇപ്പോൾ സമൂഹത്തിൽ മാന്യന്മാരായി വിലസി നടക്കുന്നു. അവർ മാധ്യമ മുതലാളിമാരാകുന്നു. വാർത്തകളുടെ പേരിൽ ജനങ്ങളെ സത്യം ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നവരാണെന്ന് നടിക്കുന്നു. അങ്ങനെയുള്ളവർക്ക് സർക്കാർ സംവിധാനങ്ങൾ പോലും കൂട്ടുനിൽക്കുന്നു. വനം മന്ത്രിയടക്കം കൂട്ടുനിന്നു. പക്ഷേ ഇപ്പോൾ മുഖം രക്ഷിക്കാനുള്ളൊരു തത്രപ്പാടാണ് വനമന്ത്രി എ കെ ശശീന്ദ്രനടക്കം നടത്തുന്നതും, അല്ലേ? തീർച്ചയായും സുരേഷ്, ഇപ്പോൾ ഏതായാലും ഈ വനവാസികളുടെ ഒരു അവസ്ഥ, അവരുടെ ഒരു ദയനീയാവസ്ഥ കഴിഞ്ഞ ദിവസം നമ്മളവിടെ പോയി കണ്ടതുകൊണ്ട് ഇന്ന് നമ്മളത് റിപ്പോർട്ട് ചെയ്യുന്നു. അവർക്ക് അർഹമായ സഹായം ചെയ്തു നൽകാനുള്ള ബാധ്യത നമുക്കെല്ലാം ഉണ്ട്. അത് നേരിട്ട് കണ്ടതാണ് അവരുടെ ഒരു ദയനീയാവസ്ഥ. കാര്യം അവർക്ക് ഇപ്പോൾ പോലും അതിൻ്റെ ഗൗരവം മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഈ നോട്ടീസ് ലഭിക്കുന്നു എന്ന് പറയുമ്പോൾ പോലും അവർക്ക് അതിൻ്റെ ഗൗരവം മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വസ്തുത. അതിലും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അവരുടെ കരമടച്ച രസീത്. അവർക്ക് ഉള്ള ഭൂമിയുടെ കരമടച്ച രസീതാണ് ഇപ്പോൾ അഗസ്റ്റിൻ സഹോദരന്മാരുടെ കൈവശമുള്ളത്. നാളെ അത് ഏതെങ്കിലും തട്ടിപ്പുകൾക്ക് ഉപയോഗിക്കുമോ എന്നത് ഇനി കണ്ടറിയേണ്ട കാര്യമാണ്. സുരക്ഷ സൂചിപ്പിച്ചതുപോലെ മാധ്യമ മുതലാളിമാരായി ചാനൽ ചർച്ചകളിലൊക്കെ വന്നിരുന്ന് വലിയ താത്വിക അവലോകനമൊക്കെ നടത്തുന്നവരാണ് ഈ രീതിയിൽ ഈ വനവാസികളെ പോലും, പാവം പിടിച്ച വനവാസികളെ പോലും വഞ്ചിച്ചിരിക്കുന്നത് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഏതായാലും നേരത്തെ ശ്രീ ബാദുഷ ചൂണ്ടിക്കാണിച്ചതുപോലെ വലിയ ഒരു ഗൂഢാലോചന, ഉന്നതതലത്തിലുള്ള ഒരു ഗൂഢാലോചന ഈ വിഷയത്തിൽ നടന്നിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അത് വരും ദിവസങ്ങളിൽ ജനം TV പുറത്തു കൊണ്ടുവരിക തന്നെ ചെയ്യും. ഇതുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും ജനം TV പുറത്തു കൊണ്ടുവരിക തന്നെ ചെയ്യും. അതിനുള്ള എന്തായാലും എല്ലാ അന്വേഷണവും നടന്നു വരികയാണ്. ആ രേഖകൾ, അതായത് റവന്യൂ വകുപ്പിൻ്റെ ഭാഗത്തു നിന്നായാലും വനംവകുപ്പിൻ്റെ ഭാഗത്തു നിന്നായാലും ആരൊക്കെയാണോ ഇതിൽ ഇടപെട്ടിരിക്കുന്നത്, ഏതൊക്കെ ഉദ്യോഗസ്ഥരാണോ ഈ അഗസ്റ്റിൻ സഹോദരന്മാർക്ക് വേണ്ടി അവർക്ക് എല്ലാ ഇടനിലയും ചെയ്തു കൊടുത്തത്, ആ അത്തരത്തിലുള്ള അന്വേഷണത്തിലേക്കും പോകുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഏതായാലും വലിയ രീതിയിലുള്ള ഒരു കൊള്ള തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നടന്നിരിക്കുന്നു. കോടികൾ സമ്പാദിക്കാനുള്ള നീക്കമായിരുന്നു അഗസ്റ്റിൻ സഹോദരന്മാർ നടത്തിയത്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഈ വനവാസികളെ ഉൾപ്പെടെ വഞ്ചിച്ചിരിക്കുന്നത്. അത്തരമൊരു നടപടികളിലേക്ക് പോകുമ്പോഴും, അതായത് വനവാസികളെ വഞ്ചിക്കുക മാത്രമല്ല അവരുടെ ഔദ്യോഗിക രേഖകൾ, കരമടച്ച രസീത് ഉൾപ്പെടെയുള്ള രേഖകൾ തട്ടിയെടുത്തിട്ട് പോലും യാതൊരു തരത്തിലുള്ള നടപടികളും നമ്മുടെ സർക്കാർ സംവിധാനങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നില്ല എന്ന വസ്തുതയാണ് ഏറ്റവും പ്രധാനമായും ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്. ഇവിടെ രാജീവ് ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ മാധ്യമങ്ങളോടൊന്ന് പ്രതികരിക്കാൻ പോലും ആ പാവപ്പെട്ട വനവാസികൾ തയ്യാറാകുന്നില്ല. കാരണം ഭയം തന്നെ. കാരണം അവരുടെ ജീവന് പോലും സുരക്ഷയില്ലാത്ത ഒരവസ്ഥയാണ്. പാവപ്പെട്ടവർക്ക് എന്ത് സംഭവിച്ചാലും ചോദിക്കാൻ ആരുമില്ല എന്ന ബോധ്യം അവർക്കുണ്ട്.
ഇങ്ങനെ ഈ പ്രതികരിച്ച കുറച്ചു പേരെങ്കിലും പ്രതികരിക്കാൻ തയ്യാറാകുന്നു, പക്ഷേ അവരുടെ ജീവന് പോലും ഭീഷണിയാകുന്ന ഒരു സാഹചര്യമാണുള്ളതല്ലേ? കാരണം അത്രത്തോളം ശക്തരാണ്, പ്രബലരാണ് ഈ പ്രതികളല്ലേ? തീർച്ചയായും സുരേഷ്, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ അവിടേക്ക് എത്തുമ്പോൾ നമ്മളോട് പ്രതികരിക്കാമെന്ന് പറഞ്ഞിരുന്ന പലരും, അതായത് ഈ കേസിൽ പ്രതിയെ ചേർക്കപ്പെട്ട അഗസ്റ്റിൻ സഹോദരന്മാരുടെ തട്ടിപ്പിന് ഇരയായ പലരും പിന്നീട് നമ്മൾ കാണുന്നത് അവർ പ്രതികരിക്കാൻ തയ്യാറാകാത്തൊരു സാഹചര്യമായിരുന്നു. അവർക്ക് പേടിയാണ് എന്ന് അവർ രഹസ്യമായി നമ്മളോട് പറയുകയാണ്. പ്രതികരിക്കാൻ പേടിയാണ്, പിന്നീട് എന്തുണ്ടാകുമെന്ന് അവർക്ക് അറിയില്ല. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എല്ലാ സംവിധാനങ്ങളും ഈ അഗസ്റ്റിൻ സഹോദരന്മാർക്കൊപ്പമാണ്. വലിയൊരു മാധ്യമ സ്ഥാപനം ഉണ്ട് എന്ന് അവർ അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇതിനൊപ്പം ഈ മാധ്യമ സ്ഥാപനത്തെ ചേർത്ത് നിർത്തിക്കൊണ്ട് ഉന്നത ബന്ധങ്ങൾ തങ്ങൾക്കുണ്ട്. വനമന്ത്രിയുടെ, അതുപോലെ തന്നെ റവന്യൂ മന്ത്രി ഉൾപ്പെടെയുള്ളവരുടെ അടുത്ത ബന്ധം തങ്ങൾക്കുണ്ട്. ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ തങ്ങളുടെ സംവിധാനത്തിലാണ് എന്നൊക്കെയുള്ള അവകാശവാദങ്ങൾ ഇവർ ഇങ്ങനെ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ് നാട്ടിൽ. അതുകൊണ്ട് തന്നെ ഈ പ്രദേശവാസികൾക്കുൾപ്പെടെ ഇവരെക്കുറിച്ച് പറയാൻ തന്നെ പേടിയാണ്, പരസ്യമായി പ്രതികരിക്കാൻ പേടിയാണ്. ഇവർക്കെതിരെ നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ പോലും പേടിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത് എന്നതാണ് നമുക്ക് നേരിൽ ബോധ്യപ്പെട്ടത്. അതേസമയം തന്നെയാണ് നമ്മൾ അവിടേക്ക് എത്തി അവരുടെ ഒരു ദയനീയാവസ്ഥ കണ്ട് അവരെ കാര്യങ്ങൾ തിരിച്ചു ബോധ്യപ്പെടുത്തിയപ്പോഴാണ്, അതായത് നിങ്ങൾ ഇങ്ങനെ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള നീതിയും ലഭ്യമാകില്ല, നിങ്ങൾ പണമടയ്ക്കേണ്ട സാഹചര്യത്തിലേക്ക് എത്തും, നിങ്ങളുടെ ഭൂമി പോലും നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലേക്ക് എത്തും എന്നുള്ള കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയപ്പോഴാണ് അവരിതൊക്കെ തുറന്നു പറയാൻ തയ്യാറായത്. അപ്പോൾ പോലും അവർ പറയുന്നത് സുരേഷ് ഉൾപ്പെടെ കേട്ടതാണ്, മാന്യ പ്രേക്ഷകർ കേട്ടതാണ്. അവർക്ക് ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും സംസാരിക്കാൻ അറിയില്ല. തങ്ങളുടെ അടുത്തേക്ക് ഈ റോജി അഗസ്റ്റിൻ എത്തുന്നു, അതിനുശേഷം ഈ മരം മുറിക്കാനുള്ള അനുമതി ഉണ്ടെന്ന് പറയുന്നു. നിങ്ങൾക്ക് 7,000 രൂപ നൽകാമെന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ 4,000 രൂപ നൽകാമെന്ന് പറയുമ്പോൾ അത് വാങ്ങിക്കൊണ്ട് മരം മുറിക്കാനുള്ള അനുമതി അവർ നൽകുകയാണ്. മാത്രമല്ല ഈ രേഖകളൊക്കെ വില്ലേജ് ഓഫീസിലും മറ്റ് ബന്ധപ്പെട്ട ഓഫീസുകളിലും എത്തിക്കുന്നത് അഗസ്റ്റിൻ സഹോദരന്മാരാണ്. ഈ അഗസ്റ്റിൻ സഹോദരന്മാർ അവിടെ എത്തിച്ച അതിനുശേഷം ഈ അനുമതി കിട്ടി എന്ന് ഇവരെ പറഞ്ഞ് വിശ്വസിപ്പിച്ചുകൊണ്ടാണ് ഈ മരമുറി ഉൾപ്പെടെ നടക്കുന്നത്. ഇതിനുശേഷം പ്രതിപട്ടികയിൽ എത്തുമ്പോഴും വനം വകുപ്പ് ഓഫീസിലേക്ക് ഇവരെ വിളിച്ചു വരുത്തുമ്പോഴുമാണ് തങ്ങൾ കൂടി പ്രതി ചേർക്കപ്പെട്ട വിവരം ഈ പാവപ്പെട്ടവർ അറിയുന്നത്. അതിനുശേഷം പല തവണയായി വനം വകുപ്പ് ഓഫീസുകളിൽ കയറി ഇറങ്ങേണ്ടി വരുന്നു, കോടതികളിൽ കയറി ഇറങ്ങേണ്ടി വരുന്നു, റവന്യൂ ഓഫീസുകളിൽ കയറി ഇറങ്ങേണ്ടി വരുന്നു. ഇവിടെ നിന്നും നീതി ലഭിക്കുന്നില്ല എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല എന്തിനാണ് തങ്ങളിങ്ങനെ വിളിപ്പിക്കുന്നതെന്ന് അവർക്ക് അറിയില്ല. ഒരു മരം മുറിച്ചു കൊണ്ടുപോയി എന്നത് മാത്രമാണ് ഇവർക്ക് അറിയാവുന്നത്. 4,000 മുതൽ 7,000 രൂപ വരെ തങ്ങൾക്ക് കിട്ടിയെന്നും ഇവർ സമ്മതിക്കുന്നുണ്ട്. പക്ഷേ അതിനുമൊക്കെ അപ്പുറത്തേക്ക് എത്ര വലിയ കൊള്ളയ്ക്കാണ് ഇവർ കോപ്പുകൂട്ടിയത് എന്ന കാര്യം കൂടി നമ്മൾ പരിശോധിക്കണം. ഏകദേശം 3,000 മരങ്ങളാണ് ഈ മുട്ടിൽ വില്ലേജിൽ നിന്ന് മാത്രം മുറിച്ചു കടത്താൻ വേണ്ടി അഗസ്റ്റിൻ സഹോദരന്മാർ ലക്ഷ്യമിട്ടത്. അതുമായി ബന്ധപ്പെട്ട രേഖകൾ വരും ദിവസങ്ങളിൽ നമ്മൾ പുറത്തുവിടുകയും ചെയ്യും. അത്തരത്തിലുള്ള വലിയ കൊള്ളയ്ക്ക് തന്നെയാണ് ഗൂഢാലോചന ഇവർ നടത്തിയിരുന്നത്. ചിലരുടെ ഇടപെടൽ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഒരുപക്ഷെ മുട്ടിൽ വില്ലേജിൽ മാത്രം 3,000-ഓളം മരങ്ങൾ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമായിരുന്നു. കൂടുതൽ വനവാസികൾ പ്രതികളാകുന്ന സാഹചര്യം ഉണ്ടാകുമായിരുന്നു. ഇപ്പോൾ 26 പേരാണ് ഈ പ്രതിപട്ടികയിലേക്ക് എത്തിയിരിക്കുന്നതെങ്കിൽ, ഇവർ കാരണം പ്രതിപട്ടികയിലേക്ക് എത്തിയിരിക്കുന്നതെങ്കിൽ ഒരുപക്ഷെ ഇത് പിടിക്കപ്പെട്ടില്ലായിരുന്നെങ്കിൽ കൂടുതൽ വനവാസികളെ ഇവർ വഞ്ചിക്കുന്ന സാഹചര്യം ഉണ്ടാകുമായിരുന്നു. അതായത് ഈ വനവാസികളുടെ ചുമലിൽ എല്ലാം കൊണ്ടുവച്ചുകൊണ്ട് വനവാസികൾക്കുള്ള ആനുകൂല്യങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഇത്തരമൊരു തട്ടിപ്പ് ഇവർ നടത്തിയത്. സുരേഷ്, യെസ്, അത് തന്നെയാണ് മുട്ടിൽ മരമുറിക്കൊള്ളയിൽ വനവാസികളുടെ അഗസ്റ്റിൻ സഹോദരന്മാർ കാണിച്ചത്. കൊടും വഞ്ചനയാണ്, അതിക്രൂരത തന്നെയാണ്. തട്ടിപ്പിലൂടെ അഗസ്റ്റിൻ സഹോദരന്മാർ വാങ്ങിയ മരങ്ങളുടെ പണം തിരിച്ചെടുക്കാൻ റവന്യൂ വകുപ്പ് ഇപ്പോൾ വനവാസികൾക്ക് വീണ്ടും നോട്ടീസ് നൽകിയിരിക്കുകയാണ്. 70,000 രൂപ വരെ ലഭിച്ച മരങ്ങൾക്ക് 1.5 കോടിയോളം രൂപ തിരിച്ചെടുക്കാനാണ് നിർദ്ദേശം. സർക്കാർ സംവിധാനങ്ങളും ഈ അഗസ്റ്റിൻ സഹോദരന്മാരുടെ വഞ്ചനയ്ക്ക് കൂട്ടുനിൽക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ആ രാജീവാണ് വിശദാംശങ്ങൾ നൽകിയത്.